യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. തുവ്വൂർ കമാനം റെയിൽവേ മേൽപ്പാലത്തിലൂടെ ബസ്സുകൾക്ക് യാത്രാനുമതി നൽകി. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് നിബന്ധനകളോടെ ബസ്സുകൾക്ക് റെയിൽവേ യാത്രാനുമതി ലഭിച്ചത്. അതേസമയം പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി ഇനിയും തുടങ്ങിയിട്ടില്ല. രണ്ടാഴ്ച മുൻപാണ് കമാനം മേൽപ്പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 4 ചക്ര വാഹനങ്ങൾ വരെയുള്ളവയ്ക്ക് മാത്രം യാത്രാനുമതി നൽകി ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ബസ്സുകൾ പാലത്തിന് അപ്പുറവും ഇപ്പുറവും എത്തി തിരിച്ചു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് തീർത്തത്. കൂടാതെ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ക്രോസ് ബാറുകളിൽ വാഹനങ്ങൾ ഇടിച്ച് പലതവണ തകരുകയും ചെയ്തു. നിയന്ത്രണം ഏർപ്പെടുത്തി 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രവൃത്തി തുടങ്ങാത്തതും പ്രതിഷേധങ്ങൾക്കിടയാക്കി. തുടർന്ന് സ്കൂൾ തുറക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ബസ്സുകൾ കടത്തിവിടാൻ തീരുമാനിച്ചത്. ഇതിനായി ഉയരത്തിലുള്ള ക്രോസ് ബാറുകൾ മാറ്റി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഒരു ഭാഗത്ത് സേഫ്റ്റി റോപ്പും കെട്ടിയിട്ടുണ്ട്. ബലപ്പെടുത്തൽ പ്രവൃത്തി വൈകുന്നതിനാൽ മൺചാക്കുകൾ കൊണ്ട് മണ്ണിടിച്ചിൽ സാധ്യത തടയുന്നതിനുള്ള താൽക്കാലിക മാർഗവും റെയിൽവേയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി 2 മാസം മുൻപ് കമാനത്തോട് ചേർന്ന് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്ന് ട്രെയിനിന് മുകളിലേക്ക് വീണിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പാലം അപകടാവസ്ഥയിലാണെന്നും കൂടുതൽ കെട്ടുറപ്പോടെയുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. സാങ്കേതിക കാരണങ്ങളും തൊഴിലാളി ക്ഷാമവുമാണ് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തി വൈകാൻ ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ.